ഫാമിലി മൊത്തത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ പഴയ ദിലീപേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന്. ഇതിനകത്തൊരു മരപ്പട്ടിയും ഞാനും തമ്മിലുള്ളൊരു വിഷയമുണ്ട്. അതൊരു അടുക്കളയിൽ കിടന്നിട്ടുള്ള അടിയാണ്. അങ്ങനെയാണ് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്കത് പറക്കുന്നില്ല. ഞങ്ങൾക്ക് അറിയാതെ കിച്ചൺ ഫൈറ്റ് പറക്കുന്തളികയിലെ ഇപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പോഴും ഇത് ഇപ്പൊ കുറെ ആളുകൾ പറയണ യൂത്തിന്റെ പടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അങ്ങനെ പറയുന്നുണ്ട്. അതെങ്ങനെ യൂത്തിന് പ്രണയില്ല, യൂത്തിന് മരപ്പട്ടിയെ കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. അല്ല, പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എന്താണെങ്കിലും അത് സൊല്യൂഷൻസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഇല്ലെങ്കിൽ സൊല്യൂഷൻസ് ഇല്ല. പിന്നെ കുറെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഐ ഡോണ്ട് കെയർ. ഇപ്പൊ പണ്ട് മീശമാധവൻ എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിൽ ഞാൻ 10-15 പേരെ സൈക്കിളിൽ പോയിട്ട് അടിയുണ്ട്. അത് ലാലു അത് അത്രയും പേര് വേണോ, അത് അങ്ങനെയാവോ, അത് കുഴപ്പമാവോ എന്നൊക്കെ ഭയങ്കര ഇതില്ല. അപ്പൊ കുമാർ സാറ് പറഞ്ഞൊരു സാധനമുണ്ട്, ദിലീപ് ചിലപ്പോൾ 10-15 പേര് അടിക്കുമോ അത് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ മീശമാധവൻ അടിക്കും. ആ പാട്ടൊന്നോട് കണ്ടാൽ ഞാനൊരു ഇപ്പൊ പാടുന്നില്ല. ആക്ടറായിരുന്നു, അതുപോലെ സിംഗറായി, പ്രൊഡ്യൂസറായി. ഇനി എന്നാണ് ദിലീപേട്ടൻ ഒരു ഡയറക്ടറായിട്ട്? എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ദാസ. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ സബ്ജക്റ്റ് വന്നപ്പോൾ ഇത് ഞാൻ ചെയ്താലോ എന്ന് തോന്നി. അപ്പൊ ആ സബ്ജക്റ്റും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാലക്ഷ്മി ഇപ്പൊ ഈ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് സിനിമകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെ ട്രോളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഈ സിനിമ കണ്ട സമയത്ത് തിയേറ്റർ പിൻ ഡ്രോപ്പ് സൈലന്റിൽ ഇരിക്കുമ്പോഴാണ് അപ്പൊ ഞാനിങ്ങനെ ഷർട്ട് അഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അവള് അമ്മ അച്ഛനെന്തേ കാണിക്കണ, എല്ലാരും നോക്കിയിരിക്കല്ലേ. ഇനി ഞങ്ങൾക്ക് ദിലീപേട്ടനെയും കാവ്യ ചേച്ചീനെയും ഇതുപോലെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? ഇന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സർപ്രൈസ് ഒന്നും തരുന്നില്ല, കാരണം നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ട് മാറാണെന്ന്. മലയാളികളുടെ ജനപ്രിയ നായകൻ, ഞങ്ങളുടെ സ്വന്തം ദിലീപേട്ടനാണ് ഇന്നോടൊപ്പം. സ്വാഗതം. നമസ്കാരം. ഞാൻ രാവിലെ തൊട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ദിലീപേട്ടൻ വരുന്നു, ഈ ഇൻ്റർവ്യൂ എടുക്കണം എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, കുട്ടിക്കാലം തൊട്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച സിനിമകൾ ദിലീപേട്ടൻ്റെയാണ്. ദിലീപേട്ടൻ്റെ സിനിമകൾ എപ്പോൾ ടി വിയിൽ വന്നാലും, ഇപ്പം ഫുഡ് കഴിക്കുന്ന സമയമാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഒരു ഇൻ്റർവ്യൂവിൽ വരെ ഇങ്ങനെ ഇരുന്ന് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ദിലീപേട്ടൻ്റെ സിനിമകൾ എനിക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. അങ്ങനെ പവി കെയർടേക്കർ ഇപ്പം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ ദിവസമാണ് ഈ സിനിമ റിലീസായതെങ്കിലും വൻ റെസ്പോൺസ് ആണ്, പബ്ലിക് റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫാമിലി മൊത്തത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ പഴയ ദിലീപേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന്. നമുക്ക് അതുപോലത്തെ കഥകൾ നമ്മളിലേക്ക് വന്നാലാണ് അതുപോലെയുള്ള പെർഫോമൻസും കാര്യങ്ങളും അതുപോലത്തെ സിനിമകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഇതുപോലെ പുതിയ ആൾക്കാർ അതുപോലത്തെ കഥകളൊക്കെ കേട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ പവി കെയർടേക്കർ എങ്ങനെയായിരുന്നു ദിലീപേട്ട ഈ ഒരു സിനിമ ദിലീപേട്ടൻ്റെ കൈകളിലേക്ക് വരുന്നത്? എന്നായിരുന്നു ഈ ഒരു സിനിമയെ പറ്റിയുള്ള ഫസ്റ്റ് തോട്ട്? ശരിക്കും പറഞ്ഞാൽ ഇത് 2018 ഇവർ ഈ കഥയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സും പരിപാടികളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോവിഡ് വന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അന്ന് വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു, വിനീത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ ചെയ്തോളൂ, കാരണം ഞാനും ഇത്തിരി സമയം എടുക്കുമല്ലോ, തീർന്ന് വരണേൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് വിനീത് ഡിയർ ഫ്രണ്ട് ചെയ്യാൻ പോയത്. നമ്മൾ പിന്നെ ഈ സിനിമ ഇപ്പോൾ തുടങ്ങിയതുമൊക്കെ കാരണം വെച്ചാൽ നമുക്ക് ഇത്തിരി ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ പുതിയ നായകന്മാരെ കണ്ടുപിടിക്കാനും ഒക്കെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാം ഓരോന്നിനും ഓരോ സമയമുണ്ട്. നേരത്തെ വരേണ്ട സിനിമയായിരുന്നു. പക്ഷെ ഇപ്പൊ അതായും പറഞ്ഞത് ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് സിനിമ കൊണ്ടുവരാൻ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടിട്ട് അതുപോലെ തന്നെ പബ്ലിക് മൊത്തത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് പഴയ ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകളുമായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റിയെന്ന്. കാരണം ഓരോ ഷോട്ടാണെങ്കിലും പഴയ ഒരുപാട്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആണെങ്കിലും ചെറുപ്പകാലത്ത് ഒരുപാട് സിനിമകളുണ്ട്. മീശമാധവൻ, കല്യാണരാമൻ, ക്രേസി ഗോപാലൻ, അങ്ങനെ ഒരുപാട്, തെങ്കാശിപ്പട്ടണം, ഒരുപാട് സിനിമകൾ ദിലീപേട്ടൻ്റെ ഞങ്ങളുടെ മെമ്മറിയിലുണ്ട്. പറക്കും തളിക, അപ്പം ബോഡി ഗാർഡ്, അങ്ങനെ ഒരുപാട് സിനിമകളുമായിട്ട് ഈ പവി കെയർടേക്കർ ദിലീപേട്ടൻ വന്നപ്പം ഞങ്ങൾക്കൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിലീപേട്ടൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഷോട്ട് ചെയ്തപ്പം അന്ധകാലത്ത് പോയിട്ട് വന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇതിനകത്ത് ഒരു മരപ്പട്ടിയും ഞാനും തമ്മിലുള്ളൊരു വിഷയമുണ്ട്. അതൊരു അടുക്കളയിൽ കിടന്നിട്ടുള്ള അടിയാണ്. അങ്ങനെയാണ് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്കത് പറക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് അറിയാതെ കിച്ചൺ ഫൈറ്റ് അതുണ്ട്. ഞങ്ങളത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ഞങ്ങൾ സംസാരിച്ചൊരു വിഷയമാണ്. പക്ഷെ അന്ന് റിയൽ കിച്ചണിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഇത് നമ്മൾ സെറ്റൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു ഐറ്റമാണ് ശരിക്കും. ഞാനും ഈ മരപ്പട്ടിയുടെ തമ്മിലുള്ള
ഫൈറ്റ്. പിന്നെ അതുപോലെ തന്നെ മരപ്പട്ടിയും അതുപോലെ തന്നെ എനിക്ക് ഒരു കൂടപ്പറപ്പ് പോലെ ഉള്ള ഒരു ഒന്നാണ് ഒരു നായക്കുട്ടി. അത് അതിൻ്റെ പേര് ബ്രോ എന്നാണ്. നമ്മൾ അത് ഈ പെറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും, പെറ്റ്സ് ഇല്ലാത്ത ആൾക്കാർക്കും ഭയങ്കരമായിട്ട്, ഇപ്പോൾ പെറ്റ്സ് ഇല്ലാത്ത പട്ടീനെ പേടിയുള്ള ആൾക്കാർ വരെ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അയ്യോ എന്തൊരു എക്സ്പ്രസീവാണത്, അതിൻ്റെ നോട്ടവും ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അതെനിക്ക് തോന്നുന്നില്ല ബട്ട് അപ്പം CID മൂസ ആണെങ്കിലും CID മൂസ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അതിനകത്തെ അർജുൻ വളരെ ഫേമസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിംഗ് മാസ്റ്റർ വന്നു. റിംഗ് മാസ്റ്ററിലെ ഡയാന, ഇങ്ങനെ ദിലീപേട്ടൻ്റെ കൂടെ വരുന്ന പെറ്റ്സിന്റെ പേര് നമ്മൾ ഓർത്തിരിപ്പുണ്ട് ഇപ്പോഴാണെങ്കിലും. ഡയാന, അർജുൻ, അതുപോലെ ഇപ്പൊ ബ്രോ. ദിലീപേട്ടൻ ഈ സിനിമയിലും പെറ്റ്സിനോട് ഭയങ്കരമായിട്ടും ക്ലോസ് ആയിട്ടൊക്കെയാണ്. അപ്പൊ എങ്ങനെ ദിലീപേട്ടന് പെറ്റ്സ് ഉണ്ടോ? എങ്ങനെയാണ് ഈ ഒരു കോംബോ? ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എനിക്കൊരു 10 വർഷം എൻ്റെ കൂടെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അത് ജനിച്ച് വീണ് 4ാമത്തെ ദിവസം ഞാൻ കൊണ്ടുവന്നതാണ്. 4ാമത്തെ ദിവസം കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓടി വഞ്ചിയിലൊക്കെ എടുത്ത് ഓടി. കാരണം വെച്ചാൽ അതിൻ്റെ അമ്മ വെച്ചാൽ അതിൻ്റെ പുറകെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഒരു എന്താ പറയുക കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ വെച്ചിട്ടാണ്. അതെങ്ങനെയോ അറിഞ്ഞിട്ട് എൻ്റെ പുറകെ ഞാൻ മരിച്ച് ചവിട്ടി ഭയങ്കര സ്പീഡിൽ ഈ വഴിയൊക്കെ ചാടിച്ച് ഒരു കണക്കിന് പുഴയിൽ വന്ന് ഇറങ്ങി വേഗം അതിനെ കൊണ്ട് ഓടി വഞ്ചി കയറി വേഗം ഇത് നിന്ന് കുരയും ബഹളമൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. അങ്ങനെ കൊണ്ടുവന്ന ഞാനതിനെ അന്ന് ഭയങ്കരച്ചൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കാണിക്കാണ്ട്. കാരണം ഒരേപോലത്തെ ഒരു 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിന് അവൻ രഹസ്യമായിട്ട് എടുത്ത് തന്നതായിരിക്കും. എൻ്റെ കൂട്ടുകാരനാണ് അനിൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഒരുമിച്ച് മഹാരാഷ്ട്രയിലൊക്കെ സ്കൂൾ തുടങ്ങിയിട്ട്. ബ്രൂണോ. അത് 10 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര അണക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊക്കെ ഇല്ലെങ്കിൽ അമ്മയെ നോക്കാൻ അയ്യോ അത് മാത്രം മതി, അവിടെ ഉണ്ടാവും. അതുപോലെ നമ്മളിപ്പോൾ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രൂണോ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പതുക്കെ ബാക്കിലേക്ക് വീടിൻ്റെ ബാക്കിലേക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത വിളിക്കേ വരുള്ളൂ ആള്. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര കെയറിങ് ആയിട്ടുള്ളതായിരുന്നു. ഈ രോമം കൊഴിയണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ആള് പോയി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്ന നിപ്പിൽ പൊട്ടിക്കരഞ്ഞത് അത് പോയപ്പോഴാണ്. പിന്നെ ഞാൻ അങ്ങനെ ആരെയും പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വളർത്തിയിട്ടില്ല. അപ്പോൾ ഈ റിംഗ് മാസ്റ്ററും ഡ്രോ ഒക്കെ ചെയ്തപ്പോൾ ബ്രൂണോനെ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒന്നാണ്. ഇപ്പോഴും കണ്ണടച്ചാലും അല്ലെങ്കിൽ കണ്ണ് തുറന്നിരുന്നാലും അതിൻ്റെ മുഖം എനിക്ക് നന്നായിട്ട് അറിയാം. കറുപ്പും വെളുപ്പുള്ള ഇതായിരുന്നു അത്. അതൊരു ക്രോസ് ബ്രീഡായിരുന്നു. അത് നല്ല സ്നേഹമുള്ള നായ്ക്കുഞ്ഞ്. ഇതിലപ്പം ബ്രൂണോനെ ട്രെയിൻ ചെയ്തൊക്കെ ദിലീപേട്ടൻ തന്നെ ആയിരുന്നല്ലേ? അത് ട്രെയിൻ അവന് പിന്നെ വേറെ ഒന്നുമില്ല, വീട്ടിലുള്ള ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇത് ബ്രോയിനെ വെച്ചാൽ നമ്മൾ വാങ്ങിച്ചാണ്. 6 മാസമുള്ള ഒരു നായ്ക്കുട്ടീനെ വാങ്ങിച്ചിട്ട് അതിന് ബ്രോ എന്ന് പേരിട്ട് അതിനെ പരിശീലിപ്പിക്കാൻ ഓരോ ടീമിനെ ഏൽപ്പിച്ച് അവരൊക്കെ നന്നായിട്ട് അതിനെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഈ ബൈക്കിൽ യാത്ര ചെയ്യേണ്ടത്, ബൈക്കിലേക്ക് ചാടിക്കയറേണ്ടത്, അങ്ങനെ പെട്ടെന്നായൊന്നും അങ്ങനെ വണ്ടി ട്രാവൽ ചെയ്യല്ലേ. അതുപോലെ വണ്ടി തോളത്ത് പിടിച്ചിരുന്ന് ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞത് ഒന്ന് ട്രെയിൻഡ് ആയാലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നേരത്തെ തന്നെ അതിന് വേണ്ടി ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അല്ല, ദിലീപേട്ടനോട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്. ഇപ്പോൾ അർജുൻ ആണെങ്കിലും ഡയാന ആണെങ്കിലും നമുക്കത് ആ ഒരു ബോണ്ട് ദിലീപേട്ടൻ്റെ നായാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന പോലെ നമുക്ക് ആ സിനിമകളൊക്കെ ഇപ്പം ബ്രോ ആണെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ട് പ്രേക്ഷകർക്ക്. ആ ഒരു കോംബോ അങ്ങനെ വരുന്നുണ്ട്, ആ സ്നേഹവും ഒക്കെ. അതുകൊണ്ടായിരിക്കും ഒരുപാട് പെറ്റ് ലവേഴ്സിനും അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മലയാള സിനിമ മിനിമം ബഡ്ജറ്റിൽ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനാണ് എല്ലാ ഡയറക്ടേഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ബഡ്ജറ്റ് കൂട്ടിയും സിനിമകൾ വരുന്നുണ്ട്. ഇപ്പം ആടുജീവിതം പോലൊരു സിനിമ 65 കോടിയൊക്കെ മുടക്കി വന്നിട്ടും അതിലൊരുപാട് VFX ഉണ്ടായിരുന്നു, ഒരുപാട് ആനിമൽസിനെയൊക്കെ പോർട്രേ ചെയ്തു. എന്നാൽ പവി കെയർടേക്കറിൽ ഒരു VFX മാജിക് തന്നെ ഉണ്ട്. ഞാൻ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ VFX മാജിക് ഉണ്ട്. അപ്പം എങ്ങനെയായിരുന്നു വിനീതേട്ടൻ ഇത് ദിലീപേട്ടൻ്റെ അടുത്ത് നറേറ്റ് ചെയ്യുന്നതും എങ്ങനെ ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ഒരു സീക്വൻസ് ചെയ്തത്? സ്റ്റിൽ നമ്മളിങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എടുത്ത് പറഞ്ഞു അത് നമുക്ക് എന്താണെങ്കിലും സെറ്റ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റും. നോർമൽ അടുക്കളയിൽ നമുക്ക് അത് ചെയ്യേണ്ട. കാരണം ഇതിൻ്റെ പല തരത്തിലുള്ള സീക്വൻസ് കൂടി പോയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. എന്നിട്ട് നമ്മളത് പ്രത്യേകം അതിന് വേണ്ടിയിട്ട് ഇതാക്കി. അതിനുവേണ്ടി ഇവർ 1 ദിവസം 2 ദിവസം ഒന്ന് പ്ലാൻ ചെയ്യാൻ പറഞ്ഞാലല്ല, ഇത് 3 to 4 days ഐറ്റമാണത്. കാരണം അത്രയും പ്ലേ ചെയ്യാനുണ്ട്, നമുക്കത് ഒരു രീതിക്ക് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ. കാരണം അതൊരു സീക്വൻസാണ്. അത് കുട്ടികളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി വെച്ചാൽ അവരാണ് അതിൻ്റെ ആൾക്കാർ.
എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റുള്ളവർക്ക് അതൊരു അതിശയമാണ്. ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന ജീവിയെ അധികം ആൾക്കാർ കണ്ടിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ആദ്യം ഇതിനെ കാണുമ്പോൾ തന്നെ ഇതാണല്ലേ ഈ സാധനം. കാരണം ഇത് കേരളത്തിൽ മൊത്തം പല സ്ഥലങ്ങളിൽ ഇത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അതിനിങ്ങനെ അപ്പൊ ദൈവം അനുഗ്രഹിച്ച് അത് നന്നായിട്ട് വർക്കൗട്ടായി ഫിലിമില്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടർ, പിന്നീട് ഡയറക്ഷനിലേക്ക് വരുന്ന വിനീതേട്ടൻ. അപ്പൊ വിനീതേട്ടന്റെ ഈ ഒരു ഡയറക്ടർ എന്നൊരു പോസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വിനീതിന്റെ കാഴ്ചപ്പാടുണ്ട് സിനിമയെ കുറിച്ച്. വിനീതിന് ധൈര്യമായിട്ട് മുന്നോട്ട് സിനിമകൾ ചെയ്യാവുന്ന ഒരു ഡയറക്ടർ തന്നെയാണ്. വെച്ചാൽ കഴിഞ്ഞ 2 സിനിമകളും ഡിഫറെൻ്റ് ആയിരുന്നു വിനയൻ്റെ. പിന്നെ ഒരു ഇപ്പം നമ്മളൊക്കെ തമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടേഴ്സ് ഇതുണ്ട്. പിന്നെ എനിക്ക് ഒരു ബ്രദർലി ഫീലുള്ള ഒരാളാണ് വിനീതിന്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിനീത് നമ്മൾ ചേട്ടാ എന്ന് പറഞ്ഞാൽ ഏത് പാരാത്രി വിളിക്കുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ശരിയാവാത്ത കാര്യം വിനീത് അത് ശരിയാവണില്ല, അത് പറ്റൂല എന്നൊക്കെ പറയുന്നത് ഒരു ഞാൻ എൻ്റെ അനിയനോട് പറയണ പോലെ തന്നെ ഉള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം വിനീതിന് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കഥ ആയിട്ട് നമ്മുടെ അടുത്ത്. കാരണം ഈ കഥ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വലിയ സന്തോഷം. അത് കഴിഞ്ഞ് കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആരാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ ഇല്ല, ഇനി അടുത്ത ചേട്ടൻ്റെ ഡേറ്റ് ഓക്കെ ആയിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ തന്നെ നിർമ്മിച്ചോളാം എന്ന് പറയും. കാരണം വെച്ചാൽ എനിക്ക് എന്താണെങ്കിലും ഇത് നമ്മൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് അപ്പം തന്നെ. അതേത് മൊമെന്റിലാണ്? കാരണം വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപേട്ടൻ്റെ അടുത്ത് വന്ന സമയത്ത് ദിലീപേട്ടൻ്റെ ഷൂട്ടിലായിരുന്നു, ആലപ്പുഴയിൽ ഷൂട്ടിന് ഇടയ്ക്കിരുന്നാണ് ഷോട്ടിന് പോകും, അത് കഴിഞ്ഞ് അങ്ങനെയാണ് കഥ പറഞ്ഞത്. പെട്ടെന്ന് ദിലീപേട്ടൻ എങ്ങനെയാണ് സഡൻ ആയിട്ടൊരു റിപ്ലൈ കൊടുത്തത്? ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, 2 ഗോൾ അടിച്ച പോലെയാണ് വിനീതേട്ടൻ പെട്ടെന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പവിത്രനെ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ ഒരു പറയാത്ത ഒരു പ്രണയകഥയാണത്. ലവ് ലെറ്റർ, കുറിപ്പ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഘടകങ്ങളിലൂടെ രസകരമായിട്ട് പോകുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു തോട്ട്, കാരണം ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ ഇതിൽ നിൽക്കുന്ന സമയത്ത് ഇതൊരു പ്രസൻറ്റ് കഥയാണല്ലോ. ഈ ക്യാരക്ടർ 10-18 വർഷം ഗൾഫിലൊക്കെ ജീവിച്ചു, അയാൾക്ക് പക്ഷേ ഈ നാട്ടിലുള്ള പുരോഗമനവും കാര്യങ്ങളൊന്നും അയാളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ട് പോകുന്ന ഒരാൾ. അത് നമ്മൾ ഈ സിനിമയിൽ തന്നെ മറ്റേ ക്യാരക്ടറിനെ കൊണ്ട് പറയുന്നുണ്ട്, കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പഴയ കണ്ടതും കേട്ടതും ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ അല്ലല്ലേ. ഇപ്പം അയാളുടെ ലൈഫിൽ ഒരു പ്രണയം വരുന്നിടത്തു നിന്നാണ് അയാൾക്ക് കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഏതൊരു ആണിൻ്റെ ജീവിതത്തിൻ്റെ അല്ലേ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ ഒരു പെണ്ണിൻ്റെ പിന്തുണ ഉണ്ട് എന്ന് പറയുന്നത്. അതെ. അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ റൊമാൻസിനെ പറ്റി പറയുമ്പോൾ മുന്തിരിപ്പാടം പൂത്ത് നിൽക്കണം, ആ പാട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. കാരണം അന്ന് തൊട്ടേ ആ ഒരു റൊമാൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം എല്ലാ അങ്ങനെയുള്ള സീക്വൻസിൽ ഒരു കുസൃതി നിറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ തമാശ വരെ കൊണ്ടുവരാറുണ്ട്. അപ്പം പവിത്രൻ്റെ പ്രണയവും അത്തരത്തിലൊക്കെയാണോ? പവിത്രൻ്റെ പ്രണയത്തെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രണയതകളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അതിലിപ്പോൾ ഈ അടുത്ത കാലത്ത് ശരിക്കും ഇയാളുടെ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ കല്യാണപ്രായമൊക്കെ ഒന്ന് വിട്ട് നിൽക്കുന്ന, അത് കഴിഞ്ഞു പോയ ഒരു ക്യാരക്ടറായിട്ടാണ് പവിത്രൻ. അപ്പോൾ പവിത്രൻ്റെ ജീവിതത്തിലെ ഒരു പ്രണയം, അപ്പോൾ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞത്, നമ്മുടെ വീട്ടിലടക്കമുള്ള ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രണയം ഭയങ്കരമായിട്ട് കാണുന്നവന് ഫീൽ ചെയ്തു. ഇയാളുടെ പ്രണയം ഭയങ്കരമായിട്ട് അതിൻ്റെ കൂടെ ആൾക്കാർ വരാൻ തുടങ്ങി. ഈ കഥാപാത്രം ആ ആളുമായിട്ടുള്ള പ്രണയം എന്താണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഓഡിയൻസും വരാൻ തുടങ്ങിയിടത്താണ് ആ സിനിമയുടെ വിജയം. അതെല്ലാവരും എടുത്തു പറഞ്ഞു. ഇതിൽ പ്രണയം ഗംഭീരമായിട്ട് വർക്കട്ടെ, ഒരുപാട് ചിരിക്കാനുണ്ട്, പിന്നെ പാട്ടുകൾ നന്നായി, അതുപോലെ തന്നെ ചില സ്ഥലത്ത് നിങ്ങൾ കണ്ണ് നനയിപ്പിച്ചു. അതിൻ്റെ ഫീല് ഭയങ്കരമാണ്. എല്ലാവരും മിക്സഡ് ഇമോഷൻസ് വർക്കൗട്ടായി, മറ്റുള്ള എല്ലാവരും തമ്മിലുള്ള ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നൊരു അതേപോലെ ഫാമിലി ഓഡിയൻസ് മൊത്തത്തിൽ പറയുന്നത് ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിനിമ പലതരം ഇമോഷൻസ് ആണ് കൊടുക്കുന്നത്. അതെ, എല്ലാ തരം ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു റെസ്പോൺസിലേക്ക് സിനിമ പോയത്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർക്ക് വരെ കൺവേ ആവുന്ന ഒരു കണ്ടന്റ് ആണ്. കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. അതുപോലെ തന്നെ ദിലീപേട്ട, എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ 5 നായികമാരുടെ കൂടെ അഭിനയിക്കുന്ന ആദ്യമായിട്ടല്ലേ? കാരണം റോമിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് 3 ഹീറോയിൻസ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ 2, 3 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും 5 പേര്, അതും 5 ന്യൂ കമേഴ്സ്. ദിലീപേട്ടന്റെ അല്ല, ദിലീപേട്ടന്റെ നായികയായിട്ട് ഡെബ്യൂ മൂവി വരികയാണെങ്കിൽ ഭയങ്കര, പിന്നെ അവരുടെ വെച്ചടി കയറ്റം, അങ്ങനെ ഒരു നായകനും കൂടിയാണ്. കാരണം ഒരുപാട് നായകന്മാരെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരുന്ന
അതിലും നമുക്ക് സന്തോഷമുണ്ട്, ഭാഗ്യമൊക്കെ അവരുടേതാണ്. അതാ ഞാൻ പറഞ്ഞല്ല, അങ്ങനെയല്ല. ഇപ്പം ഒരു ആക്ടർ ആയി കഴിഞ്ഞാൽ, ഒരു സ്റ്റാർഡം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോ ആക്ടറിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ബോധർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. അല്ലെങ്കിൽ കാരണം ന്യൂ കമറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഫിലിമിലേക്ക് ആദ്യം വരുന്നു, ഒരുപാട് ടെൻഷനോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, പല ടെക്നിക്കൽ കാര്യങ്ങൾ പോലും അറിയത്തില്ലായിരിക്കും. അപ്പം ദിലീപേട്ടൻ എങ്ങനെയാണ് ഒരു ന്യൂ കമറിനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നത്? അല്ലെങ്കിൽ അവർക്കൊരു നമുക്ക് ആവശ്യമാണ് അവരെ, അതുകൊണ്ടാണ് നമ്മൾ തേടിപ്പോകുന്നത്. ഏതൊരു സിനിമയ്ക്കും ഒരു നായകനെയും നായികയും ആ സിനിമയുടെ ആൾക്കാരാണ് തേടുന്നത്, കഥാകൃത്തവും സംവിധായകനും അന്വേഷിക്കുകയാണ്. നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ചെന്ന് വീഴുന്നു, അതിലെത്തിപ്പെടുന്നു, നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നൊരു വിഷയമാണ്. പക്ഷെ നമ്മുടെ നന്മ കൊണ്ട് നമ്മളത് അതിന് വഴിയൊരുക്കിയ ആൾക്കാരെ എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നു എന്ന് പറയുന്ന വിഷയമാണ്. അതുപോലെയുള്ള അവസ്ഥകളാണ് നമ്മൾ ചെയ്യുന്ന സിനിമകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു മര്യാദയാണ് അതിന് നമ്മളോടൊരു നന്ദി കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലോ അവരുടെ മനസ്സിൽ നമ്മളോട് ആ സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളത് അല്ലേ. ചില ആൾക്കാരതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതിൻ്റെ വഴിക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ അല്ല, അതൊക്കെ ഇങ്ങനെ നടക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ കാര്യമല്ല. അതെ, അല്ല അതിനിടയ്ക്ക് പവിയുടെ ട്രെയിലറിലും പറയുന്നുണ്ട് ഐ ഡോണ്ട് കെയർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ എനിക്കാണെന്നും തോന്നി, കാരണം ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം കെയർ ടേക്കർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്താ പറയണത്, എല്ലാം ഇയാളുടെ തലയിൽ കൂടിയാ പോണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇയാളെ വേറെ കാര്യങ്ങളൊക്കെ ഒന്നും കെയർ അല്ല. അത് ഞാൻ ചോദിക്കാൻ വരുന്നത്, ദിലീപേട്ടന്റെ ജീവിതത്തിലാണെങ്കിലും ഒരുപാട്, ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ദിലീപേട്ടൻ ഐ ഡോണ്ട് കെയർ എന്നൊരു മൈൻഡാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് വരുമ്പോഴും ദിലീപേട്ടൻ? പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ എന്താണെങ്കിലും അത് സൊല്യൂഷൻസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഇല്ലെങ്കിൽ സൊല്യൂഷൻസ് ഇല്ല അല്ലേ. പിന്നെ കുറെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന ഒന്നിനും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ നമ്മളെന്തിനാ ബോധപ്പെടാവണേ എന്നുള്ളത് നമുക്കൊരു സ്ട്രെയിറ്റ്, നമുക്കൊരു കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പം ആ രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തും എങ്ങനെയാണ് ദിലീപേട്ടൻ ഈ ഹാപ്പിനെസ്സോ അല്ല അങ്ങനെയൊക്കെ കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ? അല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം എല്ലാവരുടെ വ്യക്തി ജീവിതത്തിലും പ്രശ്നങ്ങൾ കർമ്മരംഗത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എവിടെയും പ്രോബ്ലംസ് ഏത് നിമിഷത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവാനുഗ്രഹത്തിൽ ദൈവത്തിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ ന്യൂമറോളജിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇടയ്ക്ക് പേരിന്റെ ഓരോ പറഞ്ഞു നമുക്ക് ശരി ട്രൈ ചെയ്യാൻ നോക്കാം അങ്ങനെ വിശ്വാസങ്ങളൊക്കെ എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടിയതാണ്. പിന്നെ ഞാൻ പവിയിലേക്ക് വരികയാണ്. ഇതിനകത്ത് ഒരുപാട് സോങ്സ് ഉണ്ട്. ഒരു ഓണം സോങ് ഒക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് നല്ല നല്ല കുറേ പാട്ടുകൾ ഈ സിനിമയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ദിലീപേട്ടൻ്റെ പണ്ടത്തെ പാട്ടുകൾ, ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടപ്പോൾ ഇപ്പോഴും എൻ്റെ കൂടെ വരുന്നൊരു പാട്ട്, ഒരു കിന്നര ഗാനം, പാടാനറിയില്ല എന്നാലും ആ പാട്ട് ഞാൻ ഇപ്പോഴും മൂളിക്കൊണ്ട് കിടക്കാറുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ അന്നൊക്കെ ഉണ്ടായിരുന്നത് ദിലീപേട്ടൻ്റെ വോയിസ്, ഉദിത് നാരായൺ, ആ ഒരു വോയിസാണ് ദിലീപേട്ടന്. കാരണം മുന്തിരിപ്പാടം ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ദിലീപേട്ടന് വേണ്ടി പാടിയിട്ടുണ്ട്. ദിലീപേട്ടന് ഇഷ്ടപ്പെട്ടൊരു ഫേവറേറ്റ് പാട്ട് ദിലീപേട്ടൻ്റെ മൂവിയിൽ തന്നെ ഇഷ്ടമുള്ളൊരു പാട്ട്? ഇല്ല, അത് ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാലും ഒരു പാട്ട് ചോദിച്ചാൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എനിക്ക് കൽക്കട്ട ന്യൂസിൽ എങ്ങ് നിന്ന് വന്ന പഞ്ചവർണ്ണ, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. പിന്നെ എത്ര മീശോയിലെ പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളാണ്. അത് ശരിയാണ്. എനിക്ക് തന്നെ സല്ലാപം, ഈ പുഴയും കടന്ന് പാടത്തിലെ പാട്ടുകളുടെ ഒരു ഘോഷയാത്ര തന്നെ എടുക്കേണ്ടി വരും ലിസ്റ്റുകൾ. രാജാവ്, അതുപോലെ ഇഷ്ടം, സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ഓരോ പടത്തിലും നമുക്ക് ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ചാന്തോട്ടിലുണ്ട്. അതെ അതെ. ഈ ഒരു സിനിമയിലെ പാട്ടുകൾ എങ്ങനെയായിരുന്നു? പാട്ടുകൾ നല്ലതാണ്. മിഥുൻ മോഹൻ്റെ നല്ല വർക്കാണ് അത്. റീ റെക്കോർഡിംഗ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എല്ലാം എല്ലാവർക്കും റീച്ചായ സാധനം തന്നെയാണ്. അതിലെനിക്ക് തോന്നുന്നു ഇതിൽ ഭയങ്കര ഹിറ്റായത് ഇങ്ങനെ വെണ്ണില കന്യക എന്നുള്ളൊരു ഞാൻ ഡാൻസ് ചെയ്യുന്ന സോങ് ഉണ്ട്. ഇയാൾക്ക് ഭയങ്കര സന്തോഷത്തിലായിട്ട് ഉള്ളൊരു സോങ് ഒക്കെ ഉണ്ട്. ഇതിനകത്തെ കെയർ ടേക്കർ എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ദിലീപേട്ടൻ തന്നെയാണ്. ഇയാൾ കല്യാണം ഒന്നും കഴിക്കാത്തതിന്റെ ഒരു അസൂയയും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ മറ്റുള്ളവർ ഒരാണും പെണ്ണോട് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കിടക്കണം. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇപ്പോഴത്തെ ഇതിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ അവർ അത്രയും ഫ്രണ്ട്ലി ഇതുള്ള ആൾക്കാരല്ലേ. ആൺപെണ്ണ് സംശയം ഇടപാടാ പോടാ വിളിച്ച് അളിയ
ബ്രോ എന്നൊക്കെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ കല്യാണപ്രായം കഴിഞ്ഞതുകൊണ്ടൊരു ടെൻഷനും ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഒരു കുശുമ്പും ഒരു കുശുമ്പൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ഇതിനകത്തൊരു ക്യാരക്ടർ രാധിക മാം നല്ല രീതിയിലൊരു ക്യാരക്ടർ, ബോൾഡ് ക്യാരക്ടർ. അപ്പം എങ്ങനെയായിരുന്നു ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്? ആക്ച്വലി ഇതിൽ ഇയാള് ഒന്ന് ഭയക്കുന്ന ഒരാള് അവിടെ വേണം എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ അവർ നോ പറഞ്ഞാൽ കുഴപ്പമാവോ എന്ന് പറയുന്നത്. എന്നാൽ ഇയാൾക്ക് ഒരു അമ്മയോടുള്ള പോലെ സ്നേഹമുള്ള ഒരാളാണ്, ഒരു സ്ത്രീയാണ്. അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് ഇയാളുടെ. പിന്നെ അതിന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് രാധി ചേച്ചിനെ തോന്നിയത് എന്ന് വെച്ചാൽ ഒരു SI മറിയാമ്മ, റിട്ടയർഡ് SI മറിയാമ്മ. ഞങ്ങളുള്ള കോമ്പോ ആദ്യം വന്നത് രാമലീലയിലാണ്. അതെ, ദൈവാനുഗ്രഹിച്ച് അത് ആദ്യമായിട്ട് രാമലീല ഫിലിം. അതുപോലെ തന്നെ ഇപ്പം തങ്കമണി ആണെങ്കിലും രാംലീല ആണെങ്കിലും ബാന്ദ്ര ആണെങ്കിലും ഒക്കെ ഒരു സീരിയസ് ടോണിൽ പോയതിനു ശേഷമാണ് പവി കെയർടേക്കർ വരുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പവി എന്ന റോൾ, പവിത്രൻ റോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് പ്രേക്ഷകരോട് എന്തൊക്കെ രീതിയിലായിരിക്കും ഈ സിനിമ എത്താൻ പോകുന്നത് ദിലീപേട്ടൻ പ്രേക്ഷകരിലേക്ക്? ഇല്ല, ഇപ്പം നമ്മൾ ഒരു ഹ്യൂമർ ടച്ചുള്ള വേഷം ലാസ്റ്റ് ചെയ്തത് വോയിസ് ഓഫ് സത്യനാരായണ. കേശു വീടിന്റെ പിന്നെ ബിഗ് സ്ക്രീനിലായിരുന്നില്ല, OTT-യിലായിരുന്നു. പക്ഷെ അതും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആ സിനിമ ബിഗ് സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ ഗംഭീര, കാരണം അത്രയും ഹ്യൂമറും കാര്യങ്ങളും ആൾക്കാർ പൊട്ടിച്ചിരിച്ചു പോകുന്ന സംഭവം. ഒരുപാട് എല്ലാവരും കണ്ട സിനിമകളിൽ ഒന്നാണ് കേശു വീടിന്റെ നാഥൻ. അതുപോലെ വോയിസ് ഓഫ് സത്യനാഥനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. അത് സ്ക്രീനിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ കണ്ട സിനിമയാണ്. പിന്നെ അതിന് ശേഷം വന്ന പിന്നെ 2 സിനിമകൾ അങ്ങനെ ഒരു ഹ്യൂമറും ഇല്ലാത്ത 2 സിനിമ, 2 വേറെ ടൈപ്പ് സിനിമകളാണ്. ഇപ്പോൾ വീണ്ടും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ചേരുവകളും കോർത്തിണങ്ങിയ ഒത്തൊരുമിച്ച് വന്ന ഒരു സിനിമയാണ് പവി കെയർടേക്കർ. അപ്പം അത് ദൈവാനുഗ്രഹിച്ച് എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിച്ചു. കുടുംബ പ്രേക്ഷകർ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ എല്ലാവരും എൻ്റെ പുറകെ നിൽക്കുന്നു. അതുപോലെ ജാതി മത ഭേദമന്യേ, പ്രായഭേദമന്യേ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ആവേശം ഉണ്ടല്ലോ സിനിമയ്ക്ക്. അത് ദൈവാനുഗ്രഹിച്ച് നമുക്ക് തിയേറ്ററിൽ കാണുന്ന വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പോൾ തങ്കമണിയൊക്കെ ഇറങ്ങിയ സമയത്താണെങ്കിലും തങ്കമണി എന്ന സിനിമ കുറച്ചൊരു ആൾക്കാർ മാത്രം ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്ത പോലെ തോന്നി. കാരണം തങ്കമണി അത്ര സൂപ്പർ ഹിറ്റ് ആവേണ്ട ഒരു സിനിമ ആയിരുന്നു. അപ്പം അങ്ങനെ ദിലീപേട്ടനെ ഫെൽറ്റ് ചെയ്തു ആരെങ്കിലും അങ്ങനെ ടാർഗറ്റഡ് ആയിട്ട്? കാരണം എവിടെ നിന്നാണെന്നറിയില്ല, കാരണം പ്രൊഫഷണലും പേഴ്സണലും രണ്ടും തുടങ്ങിയതല്ലോ. ഇപ്പം ഈ സിനിമ ഇറങ്ങുമ്പോഴും ഇത് ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നത് യൂത്തിൻ്റെ പടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അങ്ങനെ പറയുന്നുണ്ട്. അതെങ്ങനെ യൂത്തിന് പ്രണയില്ല, യൂത്തിന് മരപ്പെട്ടി കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നല്ലേ യൂത്തിലേക്ക് എത്തുന്നത്. ഇത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന സിനിമ എന്നല്ല, ഇത് എല്ലാവർക്കും ഇഷ്ടമാക്കാവുന്ന സിനിമ തന്നെയാണ്. സിനിമ അങ്ങനെ കാറ്റഗറൈസ് ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ പറയണം ചില സിനിമകൾ നമ്മൾ പറയാറ്, നമ്മൾ കുട്ടികളൊന്നും ഇതാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഇത് കുടുംബ പ്രേക്ഷകർക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഫാമിലി പറ്റൂല എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കുട്ടികൾ തുടങ്ങി ഫാമിലി വരെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സിനിമ യൂത്തിന് പറ്റിയതല്ല കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്താ എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അങ്ങനെ അത് നടക്കും. പക്ഷെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഫാമിലിയുടെ ഒപ്പം തന്നെ യൂത്തും ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര അവരൊക്കെയാണ് വന്ന ആവേശത്തിൽ വന്നിട്ട് ചേട്ടാ ദിലീപേട്ട കാലിക്കിട്ടാ നമുക്കിതുപോലത്തെ സാധനങ്ങളൊക്കെ വേണം കേട്ടോ എന്ന് പറയുന്നത്. അതാ വെറുതെ ഇങ്ങനെ പറയാന്നല്ല. എനിക്ക് തോന്നുന്നത് ടാർഗറ്റ് ചെയ്ത് പറയുന്നതാണ്. കാരണം ദിലീപേട്ടൻ്റെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ കസേര അവിടെ തന്നെ ദിലീപേട്ടൻ ഉണ്ട്. കാരണം ദിലീപേട്ടൻ്റെ ഓരോ സീനുകളാണെങ്കിലും അത്രയധികം പെർഫെക്ഷനോടെ പ്രൊഫഷണൽ വൈസ് നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ അത്ര ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. തങ്കമണി കുറെ ആൾക്കാർ പറഞ്ഞു ഒരു ക്ലാസ് ഉണ്ട്, വേറെ എന്തെങ്കിലും ചളി കോമഡികൾ എന്നൊക്കെ പറഞ്ഞ് പറയൂലേ. അപ്പൊ ആ സാധനങ്ങളില്ല, ദ്വയാർത്ഥങ്ങളില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഡീസെന്റ് ആയിട്ട് വന്നിരുന്നു, നീറ്റായിട്ടൊരു സിനിമയെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് നമുക്ക് ക്ലീൻ യു കിട്ടിയ ഒരു സിനിമകളിൽ ഒന്നാണത്. വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ആദ്യം ഒരു ഫൈറ്റാണ് ദിലീപേട്ടൻ്റെ, അത് കഴിഞ്ഞിട്ടാണ് അത് ഡ്രീമിലേക്ക് പോകുന്ന ഒരിത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, കാരണം ദിലീപേട്ടൻ ഏത് സിനിമയാണെങ്കിലും അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരുപാട്, ഇപ്പം കല്യാണരാമൻ ഇറങ്ങിയ സമയത്താണെങ്കിലും എന്തെങ്കിലും കൗണ്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചോണ്ടൊക്കെ തന്നെ, അതായത് ആ കണ്ടിന്യൂസ് ചിരിച്ചങ്ങ് പോകും. അതിനുശേഷം അതുപോലെ തന്നെ നമ്മളിലേക്ക് എത്തി. ആ ചിരി ആ സീനിൽ ഇപ്പോഴും ഉണ്ട്. ഐലമീൻ അങ്ങനെ പറയണ ഒരു അതിൽ. അപ്പോൾ ഇതിൽ എങ്ങനെയല്ലേ ഏതൊരു ഷോട്ട് പോയപ്പോൾ അങ്ങനെ ദിലീപേട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് രസിച്ച് ചെയ്ത ഏതെങ്കിലും ഒരു സീൻ ഉണ്ടായിരുന്നോ?
പവിക്കകത്ത് ആഫ്റ്റർ ലോങ് ടൈം പവിയിലേക്ക് എത്തിയപ്പോൾ പവിയിലേക്ക് എത്തുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ഈ പവിയുടെ ചില സ്വഭാവങ്ങൾ പവിത്രം കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ മാറി എന്ന് നോക്കി ഞാൻ കുറെ ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്കൊക്കെ എന്തിൻ്റെ കേടാണ്, ഇയാൾ എന്ത് മനുഷ്യൻ, ഇയാൾക്ക് വല്ല കാര്യമുണ്ട് അതിനകത്തൊക്കെ പോയി ഇടപെടേണ്ടത് എന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ കഥാപാത്രത്തിനെ മാറി എന്ന് നോക്കി നമ്മൾ കമൻറ്റ് ചെയ്യാന്ന് പറയില്ല, നമ്മൾ തന്നെ ട്രോൾ ചെയ്യുക. ആരെങ്കിലും ഒരു നോർമൽ മനുഷ്യന് ഒരു നിന്ന് ഒരു ആവശ്യമില്ലാണ്ട് പോയി ഒരു സ്ഥലത്ത് ബെല്ലടിച്ച് പിന്നെ ഇയാൾക്ക് മനസ്സിലായത് ഇയാൾ ചിലപ്പോൾ തല്ലിയാലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടി. ഇയാൾ വാതിൽ തുറക്കാവുന്ന ടൈമിങ്ങിൽ ഇയാൾക്ക് അയാളുടെ മുമ്പിൽ നിന്ന് പോകണം. പിന്നെ ഇയാൾ ആ നിന്ന നിപ്പില ലോകത്ത് ആരും ചെയ്യൂല, ചാടിക്കളയും എന്ന് പറയുന്ന രീതിയിൽ. അപ്പം ചില ആൾക്കാർ പറഞ്ഞു അത് നിങ്ങളുടെ പഴയ സിനിമ. ഞാൻ ഇത് പവിത്രനാണിത്, ഈ പവിത്രൻ ഇങ്ങനത്തുള്ള കുഴപ്പങ്ങളൊക്കെ ഒപ്പിക്കും. ഇയാള് ചെയ്യും. ഇപ്പൊ പണ്ട് മീശമാധവൻ എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിൽ ഞാൻ 10-15 പേരെ സൈക്കിളിൽ പോയിട്ട് അടിയുണ്ട്, സൈക്കിൾ ഫൈറ്റ് ഇല്ലേ, ഭയങ്കര അങ്ങോട്ട് ട്രാവൽ അടിക്കുന്നത്. അപ്പൊ അത് ലാലു അത് അത്രയും പേര് വേണോ, അത് അങ്ങനെയാവോ, അത് കുഴപ്പമാവോ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇതില്ല. അപ്പൊ കുമാർ സാറ് പറഞ്ഞൊരു സാധനമുണ്ട്, ലാലു ദിലീപ് നിങ്ങളുടെ റൂംമേറ്റ് ആയിരുന്നു കാണും, നിങ്ങളുടെ സുഹൃത്തൊക്കെയാണ്. ദിലീപിനെ വെച്ചിങ്ങനെ ഫൈറ്റ് എന്നുള്ളതാണ് കൺഫ്യൂഷൻ. പക്ഷെ ദിലീപ് ചിലപ്പോൾ 10-15 പേര് അടിക്കുമോ അത് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ മീശമാധവൻ അടിക്കും. ഈ കഥയിലെ ഹീറോ അതെ മീശമാധവൻ അടിക്കും. കാരണം നമ്മൾ ആ ക്യാരക്ടറിനെ അങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ പവിത്രൻ ഇത് ചെയ്യും. നമ്മൾ റിയൽ ലൈഫിൽ പോയി ചാടുമോ? അതില്ല, ഇയാൾ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഒപ്പിക്കും. നമ്മളത് ചെയ്തുള്ളൂ. ഇയാൾ വന്ന് അപ്പം നമ്മൾ ഇയാൾക്ക് എന്തിൻ്റെ കരണി എന്ന് തോന്നാവുന്ന കുഴപ്പങ്ങളൊക്കെ ഒപ്പിക്കുന്ന ഒരാളാണ് ഇയാൾ. അപ്പം അത് കണ്ടിട്ട് ചില ആൾക്കാർ അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പടത്തിൽ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യുന്നില്ല പറഞ്ഞ് അത് അയാളുടെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണ് നമ്മൾ കൺസീവ് ചെയ്ത് അങ്ങനെയാണ്. ഞാനതുകൊണ്ട് ചില സാധനങ്ങൾ നമുക്കിപ്പോൾ അതല്ലാത്ത രീതിയിൽ നോർമലായിട്ട് വേണേൽ ചെയ്യാം. പക്ഷേ ഇയാൾ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഒപ്പിക്കും. അതുകൊണ്ടാണ് ഇയാൾക്ക് കൂടെ ഇങ്ങനെ പതുക്കെ ട്രാവൽ ചെയ്യണം ജനങ്ങൾ. ഇതുപോലെ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് പോയിട്ട് അയാളൊരു സ്ഥലത്ത് പെട്ടു. അയാൾ ഭയങ്കര ശുദ്ധനാണല്ലേ എന്ന് തോന്നാവുന്ന ഒരു ക്യാരക്ടറാണത്. അതുപോലെ തന്നെ ദിലീപേട്ട ഇപ്പം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ദിലീപേട്ടൻ്റെ ചാന്തുവട്ട് എടുത്താലും അതുപോലെ ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ എടുത്താലും കുഞ്ഞിക്കൂനൻ എടുത്താലും സൗണ്ട് തോമ എടുത്താലും എല്ലാവരും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇമോഷണലി നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും രസകരമായിട്ട് നീറ്റായിട്ട് അത് അങ്ങനെ കൊണ്ടുപോയി ആ സിനിമ അവസാനിപ്പിക്കും. അപ്പോൾ ദിലീപേട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ എത്തുമ്പോൾ ഇപ്പോൾ കുഞ്ഞിക്കൂനാണെങ്കിൽ കൂനുള്ള ഒരാളാണ്, സൗണ്ട് തോമ ആകുമ്പോൾ സൗണ്ടിന് അത്രയധികം അത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു മുറിച്ചുകൊണ്ടുള്ള ആള്. അതുപോലെ തന്നെ വോയിസ് ഓഫ് സത്യനാഥൻ ആകുമ്പം നാക്കിന് അല്ലെങ്കിൽ എന്താ പറയുക പറഞ്ഞു കുഴപ്പിക്കില്ല ഓരോരോ ആൾക്കാരാണ്, ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ദിലീപേട്ടൻ്റെ മൈൻഡിലേക്ക് എത്തുമ്പോൾ ദിലീപേട്ടൻ എങ്ങനെയാണ് അതിന് അത്രയധികം പെർഫെക്ഷൻ കൊടുക്കുന്നത്? അതായത് ഇപ്പം നമുക്കൊക്കെ വേറൊരു ആൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമെങ്കിലും അതിനെ അതുപോലെ പോർട്രേ ചെയ്യാൻ പാടാണ്. അപ്പം എങ്ങനെ ദിലീപേട്ടൻ്റെ അടുത്തൊരു ക്യാരക്ടർ കിട്ടുമ്പം അതിലേക്ക് ഞാനൊരു കഥാകൃത്ത് നമ്മുടെ അടുത്തൊരു കഥ പറയുമ്പോൾ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ മോൾഡ് ചെയ്ത് ഇയാൾക്ക് ഇങ്ങനെ ഇതുണ്ട്, ഇയാൾ ഇത്ര വയസ്സ്. ഇപ്പം ഞാൻ അതിനകത്ത് ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കല്യാണപ്രായം കഴിഞ്ഞ് അങ്ങോട്ട് കയറിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏകദേശം ഒരു 40s പോയിരിക്കുന്ന പോലത്തെ ഉള്ള ഒരാളാണ്. ഇയാളുടെ സ്ക്രീനേജ് അതാണ്. ഓക്കെ, അപ്പോൾ പ്രായമുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നു ഇയാൾ നരയിടുന്നുണ്ട്. ഇല്ല നരയിടുകയല്ല, പക്ഷെ എന്നാലും നമുക്ക് മെച്യൂർഡ് ആയിരിക്കണം. ഒരു കുട്ടിക്കളി പോലെ അല്ലാത്ത ഒരു മെച്യൂരിറ്റി ആയിട്ട് ഉണ്ടാവണം. അപ്പം അതാണ് നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മീശക്ക് കട്ടി കൂട്ടി, അപ്പോൾ ഒത്തിരി മെച്ചോർഡായിട്ട് തോന്നി, മുടിയൊക്കെ മേളിലേക്ക് ചീകി, പിന്നെ ഒന്നിനെ കുറിച്ചും ബോധയുടെ അല്ല അയാൾ എന്നൊക്കെ പറയുന്ന രീതി. അയാൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അങ്ങനത്തെ ഒരു പഴയ രീതിയിലുള്ള പോക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇൻ ചെയ്ത് ഇത് കിട്ടി നടക്കുന്ന ആള്, പക്ഷെ ചെരുപ്പാണ് അയാൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ചിലപ്പോൾ ആൾക്കാരാണെങ്കിലും ഷൂസൊക്കെ ഇട്ട് വളരെ നീറ്റാണ്, പക്ഷെ അയാൾ ഇതിൻ്റെ കൂടെ ചെരുപ്പൊക്കെ ഇട്ട് എന്നാൽ അയാൾക്ക് ഇൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും അയാൾ പഴയ ചെരുപ്പിലെ പോലെ ബോധമല്ലാത്ത രീതിയിൽ അതാണ് അയാളുടെ ഫാഷൻ ധരിച്ചു നടക്കുന്ന ഒരുത്തൻ. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും ദിലീപേട്ടൻ തന്നെയാണ്. അപ്പം പെട്ടെന്ന് ഒരു ആക്ടറും പ്രൊഡ്യൂസറും അത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് ഈ സിനിമയെ പറ്റിയൊരു ടെൻഷനും കാര്യങ്ങളും അതെങ്ങനെ ആ ടെൻഷനും കൂടെ ഹോൾഡ് ചെയ്തായിരുന്നു? നമ്മുടെ കൂടെ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ
ബ്രദർ, എൻ്റെ കൂട്ടുകാരൻ വ്യാസൻ, അതുപോലെ എൻ്റെ വേറൊരു സുഹൃത്ത് റോഷൻ ചിറ്റൂര്, എൻ്റെ കൺട്രോളർ റോഷനാണ്. അതൊക്കെ അവരുടെ ഹെഡേക്കാണ് പ്രൊഡക്ഷൻ്റെ സെക്ഷൻ എന്നുള്ളത്. നമ്മൾ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ടത് അവരാണ്. നമ്മുടെ ഉദ്ദേശം നമുക്ക് അവരെ ആവശ്യത്തിനുള്ള പൈസ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അത് ഫുൾ മാനേജ്മെന്റ് അവരുടെ. അതിന് ലീഡ് ചെയ്യുന്നത് റോഷനാണ്. അപ്പോൾ അതൊക്കെ അവരുടെ ഉത്തരവാദിത്വം. ഞാൻ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഡയറക്ടർ ടീമിൻ്റെ കൂടെ പോയി നിൽക്കും. അതുപോലെ തന്നെ ദിലീപേട്ടൻ ആക്ടറായി, പ്രൊഡ്യൂസറായി, സൗണ്ട് തമ്മിൽ ഒരു പാട്ടും പാടി. ശരിക്കും പാട്ട് പാടുമോ ദിലീപേട്ടൻ? അല്ല, സിനിമയിൽ ഞാൻ പാടിയ പാട്ടുകൾ ഇപ്പോൾ സാറേ സാറേ സാമ്പാറേ, കണ്ട ഞാനൊരു സുന്ദരന എന്നൊക്കെ പറയുന്ന പാട്ടുകൾ നമ്മൾ നമ്മുടെ രീതിക്ക് ഒരു പാട്ടുകളൊക്കെ കേട്ടുപോകും. അത് വേറെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ മാത്രം ഇങ്ങനെ പാടി നടക്കുന്നു. സിനിമയിൽ കാണാം ആ പാട്ടുകളൊക്കെ ഹിറ്റുകളായിട്ടുണ്ട്. കണ്ടാൽ ഞാനൊരു ഇപ്പൊ പാടുന്നില്ല. എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് ആക്ടറായിരുന്നു, അതുപോലെ സിംഗറായി, പ്രൊഡ്യൂസറായി. ഇനി എന്നാണ് ദിലീപേട്ടൻ ഒരു ഡയറക്ടറായിട്ട്? എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ദാസ. അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? ഞാനൊരു ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ ഞാൻ അങ്ങനെ ചിന്തകൾ ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ ഇത് ഞാൻ ചെയ്താലോ എന്ന് തോന്നി. അപ്പൊ ആ സബ്ജക്റ്റും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണോ, നോക്കിയിട്ട് തീരുമാനിക്കാം. പിന്നെ ഉടനെ തന്നെ ഉണ്ടാവും. ഞാനിപ്പോ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കുറെ സിനിമകളുണ്ട്. പുതിയ ഏതൊക്കെയാണ് പ്രോജക്ട്സ് വരുന്നത്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാരിസ് മുഹമ്മദ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന പടം, ബിൻഡോ സ്റ്റീഫൻ ആണ് അത് ഡയറക്ടറാണ്. ഡിജോയുടെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു, കുറെ പടങ്ങൾ അസോസിയേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്കാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിസ്റ്റിൻ, മാജിക് ഫ്രെയിംസിന്റെ പടം. പിന്നെ അത് കഴിഞ്ഞ് ഗോകുലത്തിന്റെ പടമാണ്. അങ്ങനെ ഇതുപോലെ തന്നെ ഫണ്ട് റിലേറ്റഡ് എന്റർടൈൻമെന്റ് സിനിമകളാണ് ഇനി വരാൻ പോകുന്നതൊക്കെ അല്ലേ? അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ പോകുന്ന പറഞ്ഞാൽ, ഇപ്പം ലാലേട്ടൻ്റെ 360 സിനിമ വരാൻ പോവാണ്. അതിൽ പണ്ട് നമ്മുടെയൊക്കെ ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് കപ്പിളായിരുന്നു ലാലേട്ടനും ശോഭന മാമും. അപ്പോൾ അതുപോലെ ഇനി നമുക്കൊക്കെ ആ കാലത്തുണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക് കപ്പിളായിരുന്നു ദിലീപ് കാവ്യ. കാരണം ആ ഒരു കോമ്പിനേഷൻ അത്രയും ഭാഗ്യ ജോഡിയായിരുന്നു. ഇനി ഞങ്ങൾക്ക് ദിലീപേട്ടനെയും കാവ്യ ചേച്ചീനെയും ഇതുപോലെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? അല്ല, അങ്ങനത്തെ സബ്ജക്റ്റുകളൊന്നും നമുക്ക് ആലോചിക്കാം. അപ്പൊ ഉടനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒരു? അല്ല, നമുക്ക് അറിയില്ലല്ലോ, അങ്ങനെ സബ്ജക്ട് വന്നിട്ടില്ല. അവള് ചെറുതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മഹാലക്ഷ്മി ഇപ്പൊ ഈ ഒരു സിനിമയൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ സിനിമകളിലേക്ക് ദിലീപേട്ടന്റെ സിനിമകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെ ട്രോളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവള് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി അഭിനയം വെച്ചാൽ നമ്മൾ സിനിമയിലാണെന്നൊക്കെ നന്നായിട്ട് അറിയാം. ഈ സിനിമ കണ്ട സമയത്ത് അവർ മദ്രാസിലാണ് കണ്ടത്. കണ്ട സമയത്ത് തിയേറ്റർ പിൻ ഡ്രോപ്പ് സൈലന്റിൽ ഇരിക്കുമ്പോഴാണ്. അപ്പം ഞാനിങ്ങനെ റൂമിലേക്ക് കയറി വന്ന് താക്കോലൊക്കെ വെച്ച് റൂം തുറന്ന് താക്കോലൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷർട്ട് അഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അവള്, അമ്മ അച്ഛൻ എന്താ കാണിക്കണ, എല്ലാവരും നോക്കിയിരിക്കല്ലേ, അങ്ങനെയുള്ള എല്ലാവരും ഒറ്റ ചിരിയിരിച്ചു. കുറുമ്പ് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് മഹാലക്ഷ്മിയുടെ കൂടെ ആയിരിക്കും ദിലീപേട്ടൻ ഏറ്റവും കൂടുതൽ ആ ഒരു കോവിഡ് ടൈം. മീനാക്ഷിയുടെ ആ പ്രായം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ആ സമയത്ത് കണ്ടിന്യൂസ് പടങ്ങളുടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ്. പക്ഷെ ഈ സമയത്ത് ഇവള് വന്ന കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കോവിഡും കാര്യങ്ങളൊക്കെ വന്ന 1.5 വർഷം ഞങ്ങൾ ഒരാള് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അപ്പൊ അതും ഇല്ല നേരം പൊക്കായിരുന്നു. അങ്ങനെ ഇപ്പം പവി കെയർ ടേക്കറിൽ എത്തി നിൽക്കുകയാണ് ദിലീപേട്ടൻ. ഒരു ഫാമിലി പാക്കായിട്ട് ഏത് ഫാമിലിക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയധികം ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഇതിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. എന്നാലും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ ദിലീപേട്ട? കാരണം ആ VFX ഒക്കെ മരപ്പട്ടിയായിട്ടുള്ള സീനൊക്കെ അതൊക്കെ അത്രയധികം ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പൊ എന്താണ് ഇപ്പൊ പ്രേക്ഷകരോട് ദിലീപേട്ടൻ അത്രയധികം? ഒരുപാട് പേര് സിനിമ കണ്ടിട്ടുണ്ട്. സിനിമ കാണാത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളെല്ലാം ഉണ്ട് ഈ സിനിമ. ഗംഭീരമായിട്ടുള്ള ചിരിയും എന്താ പറയുക, ഭയങ്കര എല്ലാ ചേരുവകളും ചേർന്ന ഒരു 100% എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. എൻ്റർടൈനറാണ് ഈ സിനിമ. പവി കെയർ ടേക്കർ കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. താങ്ക് യു.